എന്ത് ചെയ്യുമ്പോഴും നമ്മൾ 100% വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ പോണതേ, ഒരു കുട്ടി അമ്മോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അമ്മ എന്ത് ചെയ്തിട്ടും ദാരിദ്ര്യമാണ്, വീട്ടില് ബാങ്കില് ലോണാണ്, എനിക്കൊരു വീടില്ല എന്നൊക്കെ പറഞ്ഞ സങ്കടം. ഒരു കുട്ടിയാണെങ്കിൽ തിരക്കടില്ല, ഒരുപാട് പേര് എന്റെ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്, എന്താ ചെയ്യാ അമ്മേന്ന്. അപ്പൊ ഞാൻ വീട്ടിലെ അമ്മ ചെയ്ത് കണ്ടിട്ടുള്ളൊരു ചെറുതായിട്ടുള്ളൊരു താന്ത്രികം പറഞ്ഞുതരാൻ വിചാരിച്ചു. എങ്കിൽ എന്താ വെച്ചാൽ ഇത് വിശ്വാസത്തോട് കൂടി ചെയ്യുകയാണെങ്കിൽ 100% ഫലപ്രദമാണ് കേട്ടോ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളൊരു സൂക്കട് പിടിച്ച ഡോക്ടറെ അടുത്ത് പോവുകയാണെന്ന് വെച്ചാലും ആ ഡോക്ടർ തരുന്ന മരുന്ന് എന്താണെങ്കിലും നമ്മൾ വിശ്വാസത്തോട് കൂടി കഴിച്ചാൽ മാത്രമേ നമുക്ക് അതിന് ഫലം കിട്ടുള്ളൂ. അല്ല, ആ ഡോക്ടറെ നമുക്കൊരു വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ അസുഖം പോലും മാറുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ, എന്ത് കാര്യത്തിനും വിശ്വാസമാണ് ഏറ്റവും വേണ്ടത്. നമ്മളെ വിശ്വാസമാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യം ചെയ്യുക, നമ്മളെ വീട്ടിലെ പൈസ നിലനിൽക്കാതിരിക്കണത് നമ്മളെ വീട്ടിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഞാൻ ഒരുപാട് പോസിറ്റീവ് നമ്മളെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെഗറ്റീവ് എനർജി കളയാൻ വേണ്ടിയിട്ട് കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കുറെ കുട്ടികളെ ഫലം കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് സന്തോഷമായി മക്കളെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലവർക്ക് എന്താ കിട്ടാത്ത പൈസ അടക്കം കിട്ടി പറഞ്ഞിട്ടാ. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. അപ്പൊ എന്നോട് ഇപ്പൊ ഈ കുട്ടി ചോദിച്ചത് കേട്ടിട്ട് എനിക്ക് വിഷമായി. അവളിന്റെ മറ്റു വീഡിയോസ് കണ്ടിട്ടില്ലായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് രാജീവ് വ്ലോഗ്സ് ഒന്ന് കയറി നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുക ചെയ്ത് നോക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്ത് കാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും മനസ്സിലെ ഒരു പ്രാർത്ഥിക്കുകയാണെങ്കിലും മനസ്സൊരു കുട്ടിയുടെ മനസ്സ് പോലെ, ചെറിയൊരു കുട്ടിയുടെ മനസ്സ് പോലെയാണ്. നമ്മളെ മനസ്സിലത്തെ നെഗറ്റീവ് ചിന്തകളൊക്കെ കളഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, വെള്ള പേപ്പർ, എഴുതാത്തൊരു വെള്ള പേപ്പർ എങ്ങനെയാണ് ശുദ്ധമാവില്ലേ, സംശുദ്ധം. അങ്ങനെ ഒരു ശുദ്ധ മനസ്സ് നമുക്ക് ആദ്യം നമ്മൾ നേടിയെടുക്കണം. പല പല ചിന്തകൾ നമ്മളെ മനസ്സിൽ കയറി ഇറങ്ങും. അപ്പൊ നമ്മൾ ഭഗവാനെ വിളിക്കുക, ഹരേ രാമ 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 ഹരേ ഹരി, ഹരേ കൃഷ്ണ 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 ഹരേ ഹരി. കലിയുഗ മന്ത്രമാണ് കേട്ടോ. കലികാലത്തിൽ നമ്മൾക്ക് ഭഗവാന്മാരെ മുറുക്ക പിടിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല പറഞ്ഞാൽ ഇല്ല. അതാണ് അതിന്റെ സത്യം. അപ്പൊ നമ്മൾ ഈശ്വരഭക്തി നമുക്ക് എത്ര കൂടിയാലും അത് കൂടുതലല്ല. ഭക്ഷണകാര്യം ഒന്നും നാം പറയുന്നില്ല. ചിലർക്ക് മത്സ്യമാംസാദികൾ കഴിച്ചിട്ടായിരിക്കും പറ്റുള്ളൂ, കഴിച്ചോളൂ, അതിനൊരു കുഴപ്പമില്ല. നമ്മൾ കുളിച്ചിട്ട് നമ്മൾ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ഒക്കെ വീട്ടിൽ ചെല്ലിയാൽ തന്നെ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജികളൊക്കെ പോകും. ലളിതാ സഹസ്രനാമം നിങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാവിലെ ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു നെഗറ്റീവ് എനർജി പിന്നെ നിൽക്കില്ല. അതൊക്കെ ചെയ്യുന്ന വീടാണെങ്കിൽ പേടിക്കേണ്ടതില്ല. അതൊന്നും ചെയ്യാത്ത വീടാണെങ്കിൽ ഞാൻ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് കണ്ടോ, ഇങ്ങനെ ഗ്ലാസ് ശുദ്ധജലം. ആദ്യം വേണ്ട നമുക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് ശുദ്ധജലം. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം. നമ്മളിത് മറ്റേ 2 തരം കർപ്പൂരം ഉണ്ട് കേട്ടോ. കത്തിക്കണ കർപ്പൂരം അല്ലേ ഇത്, നമ്മളെ പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞിട്ട് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇത് ഭയങ്കര ദൈവിക ശക്തി ഉള്ളതാണ്. ഇതിന് നമുക്ക് നെഗറ്റീവ് എനർജികളെയൊക്കെ പാടെ തൂത്തെറിയും. നമ്മളെ വീട്ടിലത്തെ നെഗറ്റീവ് എനർജി ഇതുണ്ടെങ്കിൽ പാടെ പോകും കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ പോസിറ്റീവ് എനർജി വരും. കണ്ടോ, ഇത് നമ്മൾ ഇതിൽ പൊടിച്ചിട്ടു. പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ എല്ലാം ശുദ്ധമാവണല്ലോ. അപ്പൊ നമുക്ക് എല്ലാം, ഭഗവതിക്ക് ഇഷ്ടം സുഗന്ധദ്രവ്യങ്ങളാണ്, ഭഗവതിക്ക് ഇഷ്ടമുള്ളതാണ് ഇതൊക്കെ. എന്താ വെച്ചാൽ നമ്മുടെ റോസ് വാട്ടർ, പച്ചക്കർപ്പൂരം, ജവാദു പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആയുർവേദം എന്ന് പറഞ്ഞ പൂജാ സ്റ്റോറുകളിൽ കിട്ടും. എനിക്ക് പൂജാ സ്റ്റോറിൽ നിന്നാ. കണ്ടോ, ഇത് നമുക്ക് പൂജയ്ക്ക് വേണ്ട സ്റ്റോറിൽ നിന്നാണ് ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയത് ഇതൊക്കെയാണ് കേട്ടോ. അതുപോലെ കണ്ടോ, ഇതാണ് നമ്മളെ ജവാദു പൗഡർ. പക്ഷെ ഇതിന്റെ കടലാസ് പോയതാണ്, ആരും ഒന്നും വിചാരിക്കണ്ട. അതിന്റെ ഒരു ചെറിയ കവറിൽ ജവാദു എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഇതിലിങ്ങനെ സുഗന്ധമായിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ. കണ്ടോ, ഇത്രയും വേണ്ടു, ഭയങ്കര സുഗന്ധാണത്. കണ്ടോ, നമ്മള് രാവിലെ വിളക്ക് വെക്കുന്ന സ്വാമിയുടെ മുന്നിൽ വെക്കുന്ന കിണ്ടിയിലും നമ്മൾ ജവാദു പൗഡർ ഇടാറുണ്ട് ഞാൻ കേട്ടോ. അതൊക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ നമ്മള് ഇത്രയൊക്കെ വേണ്ടു. ഇങ്ങനെ നമ്മൾ ശുദ്ധമായ ജലത്തിൽ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ നമ്മൾ എടുത്തതിന് ശേഷം നമ്മളെ ഏത് കോയിനാന്നില്ല, 1 രൂപയുടെ കോയിനാ ഞാൻ എടുത്തിട്ടുള്ളത്, 2 രൂപയുടെ കോയിനാണോ, 5 രൂപയുടെയാണോ, 10 രൂപയുടെയാണോ, അതിനൊന്നും കോയിൻ ഏതായാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മൾ വേണ്ടത് ഇതിലിട്ടിങ്ങനെ ആദ്യം ഇതിനെ 2-3 പ്രാവശ്യം ഇങ്ങനെ ശുദ്ധാക്കിയിട്ട് നമ്മൾ ഇതിൽ വിട്ട്, കണ്ടല്ലോ, ഇതിലിരിക്കട്ടെ. ഇതിവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഇത് ഇടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഭഗവതിയുടെ ഇത് ഏത് ദിവസങ്ങളിലാന്ന് ഇപ്പൊ എല്ലാവരും ചോദിക്കൂട്ടോ.
രാവിലെ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഈ 2 ദിവസങ്ങളിൽ, ഇനി ഞായറാഴ്ച വരെ ചെയ്യാം, അത്രേ പാടുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലേ ക്രിയ. പക്ഷെ ഇത് നമ്മൾ ചെയ്യേണ്ട കുളി കഴിഞ്ഞിട്ട് രാവിലത്തെ സമയം മാത്രമാണ്. ഒരു ദിവസം അങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ രാവിലത്തെ സമയം സാധിക്കാത്ത ഒരു വൈകുന്നേരം നമ്മൾ വിളക്ക് വെച്ചതിന്റെ ശേഷം കുളിച്ചിട്ട് വേണം അപ്പോഴും ചെയ്യാമെന്ന് മാത്രം. കുളി കഴിഞ്ഞതിന് ശേഷം വിളക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ജോലിയാണ്, രാവിലെ തിരക്കാണെന്ന് ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അമ്മേ വൈകുന്നേരം ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് രാവിലെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സുഖമാണ്. ഈ രാവിലെ പറ്റാത്ത ഒരു വൈകുന്നേരങ്ങളിൽ ഇത് ചെയ്യാം, നമുക്ക് വിളക്ക് വെച്ചതിന് ശേഷം പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഭഗവതി എപ്പോഴും മനസ്സിൽ കരുതണം. നമ്മൾ ആരെ, നമ്മളെ സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലിസ്ഫുരധാര നായകശേഖരം സ്മിതമുഖീമാദീനവക്ഷോരുഹാം. ആ ഒരു ലളിതാ സഹസ്രനാമത്തിലത്തെ നമുക്ക് അതൊന്ന് ചെല്ലാൻ പറ്റിച്ചാൽ, അത് ചെല്ലേണ്ട ശേഷം വേണം നമ്മൾ ഈ കർമ്മം ചെയ്യാൻ എന്നുള്ളതാണ് സത്യത്തിലെ ദേവി പ്രത്യക്ഷപ്പെടുന്നുള്ളതാണ്. അത് സുഗന്ധത്തിലാണ് നമ്മൾ കോയിൻ ഇട്ട് വെച്ചിരിക്കുന്നത്, അറിയാലോ. ഇത് നമ്മൾ ഇങ്ങനെ അവിടെ വെച്ചതിന്റെ ശേഷം നാളെ രാവിലെ ഒരു ദിവസം നേരത്തോട് നേരം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ ഇട്ടൊരു നാളെ രാവിലെ എടുക്കാം. ഇന്ന് വൈകി രാവിലെ പറ്റാത്തൊരു വൈകുന്നേരം ഇങ്ങനെ ക്ലാസ്സിൽ ഇട്ട് വെച്ച് വെച്ചാൽ പിറ്റേ ദിവസം വൈകുന്നേരം ഇത് എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ജലം ആരും ചവിട്ടാത്ത ഭാഗത്ത് വടക്കു ഭാഗത്ത് ചവിട്ടരുത് കേട്ടോ. ഇത്രയും സുഗന്ധങ്ങളിലൊന്നും ആരും ചവിട്ടാൻ പാടില്ല. നമ്മൾ ദേവീ സങ്കല്പമാണ്. ഇപ്പൊ ദേവിയെ കുളിപ്പിച്ച വെള്ളം പോലെയാണ്. പൈസയൊക്കെ മഹാലക്ഷ്മിയാണ്. അപ്പോ ദേവിയെ കുളിപ്പിച്ച വെള്ളം പോലെ ഈ വെള്ളം തീർത്ഥാണ്. അപ്പൊ നമ്മളിത് ചവിട്ടാത്ത ഭാഗത്ത് ചെറിയ ചെടികൾക്കൊക്കെ പാരാം, നമ്മുടെ തുളസിക്ക് അങ്ങനെയുള്ള ഭാഗത്ത് കൂടെ ഒക്കെ ഇത് നമുക്ക് ഒഴുക്കി കളയാം. അല്ലാതെ നമ്മളിങ്ങനെ തൂക്കരുത്, അങ്ങനെ തൂത്ത് വിടരുത് ഒരിക്കലും. ശ്രദ്ധയോട് കൂടിയിട്ട് വാഷ് ബേസിൽ ഒഴിക്കരുത്. ചവിട്ടാത്ത ഏതെങ്കിലും ഒരു അരിയില. ഒരുപാട് പേരായി എന്നോട് ഇങ്ങനത്തെ കർമ്മങ്ങൾ പറയുമ്പോഴേ ഫ്ലാറ്റിലെ താമസിക്കണമേ എന്ത് ചെയ്യുന്നു. അപ്പൊ ഫ്ലാറ്റിൽ താമസിക്കണവരോട് ഞാൻ പറയാം, ലേശം മുറ്റം എവിടെയെങ്കിലും ഒക്കെ ഒതുങ്ങി നിൽക്കുന്നുണ്ടാവുമല്ലോ, അപ്പൊ അവിടെ എവിടെയെങ്കിലും ചവിട്ടാത്തൊരു ഭാഗത്ത് ഒതുക്കി പറന്ന് വെക്കണം. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കുപ്പയിലൊന്നും ഇത് കൊണ്ടുപോയി തൂക്കരുതേ. എന്നിട്ട് നമ്മൾ ഈ പൈസ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ചോദ്യം വരും. ഈ പൈസ നമ്മൾ ശുദ്ധമായിട്ട് പച്ച തുണിയില് അല്ലെങ്കിൽ ചുവപ്പ് തുണിയില്, രണ്ടും കുഴപ്പമില്ല. ഇനിയിപ്പോ പച്ചയും ചുവപ്പും കിട്ടാത്തവർക്ക് മഞ്ഞ തുണിയിലും. എന്റെ കയ്യിൽ 3 തുണിയിലും ഓരോ അമ്പലങ്ങളിൽ നിന്ന് കിട്ടിയതാട്ടോ കോയിൻസ്, ഇങ്ങനെ നാണയങ്ങള്. നമുക്ക് വീട്ടിൽ വെച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. അപ്പൊ അമ്പലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക്. പച്ചയിലും കിട്ടിയിട്ടുണ്ട്, മഞ്ഞയിലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ചുവപ്പിലും ആവാന്നാണ്. അപ്പൊ ഈ 3 കളറില് ഇതിങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മൾ പൈസ ഇട്ട് വെക്കണം പെട്ടിയില്. നമ്മൾ വെക്കുക, ഒരു കോയിനെ വേണ്ടൂ. നമ്മൾ എന്നും പൈസ ഇട്ട് വെക്കണം പെട്ടിയിൽ. ഇത് നമ്മൾ ഇട്ട് വെച്ചാൽ നമ്മളെ വീട്ടിൽ പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം സുഗന്ധത്തിൽ കുളിച്ചിട്ടാണല്ലോ നമ്മളെ പൈസ അവിടെ ഇരിക്കുന്നത്. സുഗന്ധം ഉള്ളവർക്ക് ദേവി മഹാലക്ഷ്മി പടി ഇറങ്ങി പോവില്ല എന്നുള്ളതാണ്, കയറി വരും. ഈ സുഗന്ധങ്ങൾ വീട്ടില്, നമ്മൾ ദുർഗന്ധങ്ങൾ വീട്ടിൽ പാടില്ല. നിങ്ങൾ അമ്പലത്തിൽ ചെല്ലുമ്പോ കണ്ടിട്ടില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ആകെ ഒരു കളഭ കസ്തൂരി എന്തോ അവിടുത്തെ ഒരു മണല് ചന്ദനത്തിരിയുടെ എന്തൊക്കെ പാടെ സുഗന്ധാണല്ലോ എന്ന പോലെ തന്നെ. പക്ഷെ നമ്മളെ വീട്ടിൽ നമ്മൾ കർപ്പൂരം കത്തിക്കാൻ പാടില്ല. ജീവൻ വെക്കും ദൈവങ്ങളൊക്കെ എന്നാ പറയുന്നത്. നമ്മൾ ചന്ദനത്തിരി മാത്രമേ കത്തിക്കാൻ പാടുള്ളൂ. പക്ഷെ ഈ കിണ്ടിയിലെ വെള്ളത്തിലേക്കൊക്കെ നമുക്ക് നുള്ളിശ ഇടാം, അതിലൊരു കുഴപ്പമില്ല. ഇങ്ങനെ കത്തിച്ചിങ്ങനെ ദിവസേന കാണിക്കരുത്. അവർക്കൊക്കെ ജീവൻ വെക്കും. കാരണം ജീവൻ വെച്ചോണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, നമുക്ക് ചിട്ട എത്തില്ല, അത്രേ ഉള്ളൂ. നമ്മളുടെ ചിട്ട എത്തില്ല നമുക്ക്. അത്രയും ചിട്ട കൊണ്ടുനടക്കുന്നവർക്ക് മാത്രമേ കർപ്പൂരമൊക്കെ കത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അമ്പലം പോലെ ആവില്ലല്ലോ. അമ്പലം എന്ന് പറഞ്ഞാൽ താന്ത്രികം നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവിടെ ഇതൊക്കെ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ എനിക്കുള്ളൂ. അമ്മ പറഞ്ഞെന്ന അറിവുകളൊക്കെ നിങ്ങൾക്കും ഞാൻ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പൈസ ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഈ 1 രൂപ കോയിൻ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് ഈ വെള്ളം ചവിട്ടാത്തോടത്ത് കൊണ്ടുപോയി പാർന്ന് ഈ പൈസ എടുത്ത് നിങ്ങൾ പച്ച തുണിയിലോ ചുവപ്പ് തുണിയിലോ മഞ്ഞ തുണിയിലോ ഏതിന് വേണമെങ്കിലും നിങ്ങൾക്ക് കെട്ടിയേക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ദാരിദ്ര്യം ഉണ്ടാവില്ല. സ്വന്തമായിട്ട് വീടും ഒക്കെ വെക്കാൻ പിന്നെ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടി നമ്മൾ ചെയ്ത അമ്മ ഇങ്ങനെ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.